നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള PSCയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന യോഗ തീരുമാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും ജോലി സാധ്യതകൾക്കും വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി ജോബ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇന്ന് നമുക്ക് ഡേറ്റ് കാണാൻ കഴിയും സെപ്റ്റംബർ 9 2024 എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ യോഗ തീരുമാനത്തിന്റെ വന്നിട്ടുള്ളത്. അപ്പോൾ താഴെ പറയുന്ന 44 കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിനകത്ത് വന്നിട്ടുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ തന്നെ പൊതുമരാമത്ത് ആർക്കിടെക്ചർ വകുപ്പിലേക്കുള്ള ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ്, കേരള യൂണിവേഴ്സിറ്റികളിലെ സെക്യൂരിറ്റി ഓഫീസർ, അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഇതിന്റെയൊക്കെ വിജ്ഞാപനങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. പട്ടികജാതി പട്ടിക വികസന വകുപ്പിലേക്കുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവേയർ, വ്യാവസായിക പരിശീലന വകുപ്പിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ, അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്കുള്ള അസിസ്റ്റന്റ് നമ്മുടെ തമിഴ് ട്രാൻസ്ലേറ്റർ ഗ്രേഡ് 2, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഇൻസ്ട്രക്ടർ, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലേക്കുള്ള റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലേക്കുള്ള ഡ്രാഫ്റ്റ്മാൻ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള കെമിസ്റ്റ്, അതുപോലെ തന്നെ കേരള സെറാമിക് ലിമിറ്റഡിലേക്കുള്ള മെയിൻസ് മേറ്റ്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കുള്ള സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വുമൺ ഗ്രേഡ് 2, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിനകത്ത് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കന്നഡ മാധ്യമമായിട്ടുള്ള കാസർഗോഡ് ജില്ലയിലേക്കുള്ള HSA സോഷ്യൽ സയൻസ് വിളിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് വിളിക്കുന്നുണ്ട്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലേക്കുള്ള ഹോമിയോ വകുപ്പിലേക്കുള്ള നഴ്സ് വിളിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള ബ്ലാക്ക് സ്മിത്ത് വിളിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിലേക്കുള്ള NCC സൈനിക ക്ഷേമ വകുപ്പിലേക്കുള്ള ക്ലർക്ക് വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയിട്ടുള്ളത് വിളിക്കുന്നുണ്ട്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ട് ആരോഗ്യ വകുപ്പിലേക്കുള്ള ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 വിളിക്കുന്നുണ്ട്. ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിലേക്കുള്ള ആരോഗ്യ വകുപ്പിലേക്കുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഓഫീസറിനെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ NCA റിക്രൂട്ട്മെന്റുകൾ വരുന്നുണ്ട്. NCA റിക്രൂട്ട്മെന്റ് ജില്ലാതലങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ പറയുന്ന തസ്തികയിലേക്കുള്ള അഭിമുഖം നടത്തുമെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ വിളിക്കുന്നുണ്ട്. സാധ്യതാ പട്ടികകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലേക്കുള്ള ലാബ് അറ്റൻഡർ, സഹകരണ വകുപ്പിലേക്കുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സാമൂഹ്യനീതി വകുപ്പിലേക്കുള്ള നഴ്സറി ടീച്ചർ, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലേക്കുള്ള വിവിധ വകുപ്പിലേക്കുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക്, വിവിധ ജില്ലയിലേക്കുള്ള സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ, അതുപോലെ തന്നെ കേരള ഹയർ സെക്കൻഡറി താഴെപ്പറഞ്ഞ ജില്ലയിലേക്കുള്ള ചുരുക്കപ്പട്ടിക വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ കാറ്റഗറി നമ്പർ 2023 വിളിച്ചിട്ടുണ്ടായിരുന്ന കാറ്റഗറി നമ്പർ ഉണ്ടായിട്ടുണ്ടായിരുന്ന CPO അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഷോർട്ട് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനായിട്ട് സാധ്യതയുള്ളവരുടെ, അത് നമ്മുടെ SAP തിരുവനന്തപുരം SAPയിലേക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ പ്രൊഫൈലുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പോലീസ് കോൺസ്റ്റബിൾ ആണ്, കാറ്റഗറി നമ്പർ 593/2023 കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് പ്രൊഫൈലുകളിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മലയാളം വിളിക്കുന്നുണ്ട്. കേരള ഹയർ സെക്കൻഡറി വകുപ്പിലേക്കുള്ള ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ സയൻസ് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഹിസ്റ്ററി വിളിക്കുന്നുണ്ട്. ഹെറിറ്റേജ് ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റർ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ഹൈസ്കൂൾ ടീച്ചർമാരെ വിളിക്കുന്നുണ്ട്. വിവിധ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് വിളിക്കുന്നുണ്ട്. ഹൈസ്കൂൾ ടീച്ചർ തസ്തികമാറ്റം മുഖേനയുള്ള മാത്തമാറ്റിക്സ് ടീച്ചർ വിളിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ മാത്സ് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലേക്കുള്ള തമിഴ് മീഡിയം പട്ടികജാതി ഈഴവതീയ അവരുടെയൊക്കെ ടീച്ചർമാരും ഹൈസ്കൂൾ ടീച്ചർ മാത്സ് വിളിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം NCA വിളിക്കുന്നുണ്ട്. HSA സോഷ്യൽ സയൻസ് തന്നെ തമിഴ് മീഡിയം വീണ്ടും ഇങ്ങനെ പല കാറ്റഗറീസ് ആയിട്ട് വിളിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയത്തിന്റെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ജില്ലയിലേക്കുള്ള LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം, കൊല്ലം ജില്ലയിലേക്കുള്ള തുറമുഖ വകുപ്പിലേക്കുള്ള സീമാൻ വിളിക്കുന്നുണ്ട്. അച്ചടി വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് സൂപ്രണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിലേക്കുള്ള AC പ്ലാന്റ് ഓപ്പറേറ്റർ എന്നിവരുടെയൊക്കെ ചുരുക്കപ്പട്ടികയാണ് നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ താഴെ പറയുന്ന തസ്തികയിലേക്കുള്ള അർഹതാ പട്ടിക വരാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് ജില്ലയിലേക്കുള്ള വിവിധ വകുപ്പുകളിലേക്കുള്ള കന്നഡ അറിയാവുന്നവർ, മലയാളം അറിയാവുന്നവരുടെ NCA, LC അവരുടെയൊക്കെ
എന്താണ് LD ക്ലർക്ക് അതിന്റെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇപ്പോൾ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലായിട്ട് രേഖപ്പെടുത്തുക. ഏതൊക്കെ മേഖലയിലേക്കാണ് നിങ്ങൾ ജോലി നോക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് കമന്റിൽ അറിയിച്ചാൽ ആ മേഖലയിലേക്കുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കൂടുതൽ എത്തിക്കാനായിട്ട് ശ്രമിക്കാം. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.